നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് വീണ്ടും സ്വാഗതം. നബിയുടേതെന്ന് പറയപ്പെടുന്ന തലമുടി പ്രതിഷ്ഠിക്കാനായി കാന്തപുരം AP വിഭാഗം സ്ഥാപിക്കുന്ന 40 കോടി രൂപയുടെ പള്ളിക്ക് കോഴിക്കോട്ട് ഇന്ന് തറക്കല്ലിട്ടു. സുന്നികളിലെ തന്നെ EK വിഭാഗം നബിമുടിയുടെ ആധികാരികത ചോദ്യം ചെയ്തതോടെ കേരളത്തിലെ മുസ്ലിം സമുദായം വിവാദ ചൂടിലായി. കാന്തപുരത്തിന്റെ കൈവശമുള്ള കേശം പ്രവാചകന്റേതാണോ എന്ന തർക്കം ഇരുവിഭാഗം സുന്നികൾക്കിടയിൽ കൂടുതൽ ശക്തമാവുകയാണ്. കേശം കത്തിച്ചു പരീക്ഷണത്തിന് തയ്യാറുണ്ടോ എന്നാണ് EK വിഭാഗത്തിന്റെ വെല്ലുവിളി. മാത്രമല്ല, കേശം പ്രവാചകന്റേതല്ലെന്ന് EK വിഭാഗം ആവർത്തിച്ച് വ്യക്തമാക്കി പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. ഇതിനായി വ്യാജമുടി പ്രദർശനം വരെ ഇക്കൂട്ടർ സംഘടിപ്പിച്ചു. 1400 കൊല്ലം മുമ്പ് പ്രവാചകന്റെ 2 കെട്ട് കേശം പോയിട്ട് 1 കെട്ട് കേശം അല്ലെങ്കിൽ 10 മുടി പറഞ്ഞാൽ ദുർലഭമാണ്, ലഭിക്കുകയില്ല. ഉള്ള സ്ഥലങ്ങളിലുള്ള മുടിയുടെ കൈമാറ്റ ശൃംഖല രേഖ അവൈലബിൾ ആണ്. ഇത് അവൈലബിൾ അല്ല. മാത്രമല്ല, ഇയാളെ പിതാവിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നേരത്തെ യഥാസമയങ്ങളിൽ നമ്മൾ പറഞ്ഞു വന്നതാ സമൂഹത്തോട്. എന്നാൽ തന്റെ കൈവശമുള്ള കേശം പ്രവാചകന്റേതാണെന്ന് കാന്തപുരവും ആവർത്തിക്കുന്നു. 40 കോടിയുടെ പള്ളി നിർമ്മാണവുമായി മുന്നോട്ടു പോകും. എന്നാൽ കേശം കത്തിച്ചുള്ള പരീക്ഷണത്തിന് കാന്തപുരം തയ്യാറല്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും മുടി വിവാദം മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് വിഭാഗങ്ങളും കാന്തപുരത്തിന്റെ തിരികേശവാദങ്ങളെ തള്ളിക്കളയുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ കേരള യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രൊഫസർ S. ഷരീഫുദ്ദീൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും EK വിഭാഗം സുന്നി പ്രസ്ഥാനത്തിന്റെ വക്താവ് മുജീബ് ഫൈസി കോഴിക്കോട് സ്റ്റുഡിയോയിലും സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം MP ഫൈസൽ ന്യൂസ് സെന്ററിലുമുണ്ട്. കാന്തപുരം വിഭാഗം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ ഹമീദിനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ഫൈസി, നമ്മൾക്കറിയാം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പൈതൃകം നബിയുടെ കാലഘട്ടം മുതൽ നബിയുമായി നേരിട്ട് ബന്ധമുള്ളവർ പോലും കേരളത്തിൽ വന്നു പോയിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ശഹാബാക്കളുടെ കാലം തൊട്ട് തന്നെ മതപ്രബോധനം നടന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 1920 വരെയും പരമ്പരാഗത വിശ്വാസം മാത്രം നിലനിന്നിരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് അറിയപ്പെടുന്ന നബിചര്യക്ക് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ നബിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വിവാദമാവേണ്ടിയിരുന്നു. ഇതെങ്ങനെയാണ് വിവാദമാവുന്നത്? കേരളത്തിലെ ഇസ്ലാം പരമ്പരാഗതമായി പൈതൃകത്തോടുകൂടി യഥാർത്ഥ ഇസ്ലാമിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് എത്തിയ യാതൊരു പ്രാമാണിക പിൻബലവുമില്ലാത്ത ഈ കേശം വിവാദമായി തീരുന്നത്. പ്രാമാണിക പിൻബലമുള്ള യഥാർത്ഥ കേശം ലോകത്ത് നിലവിലുണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു കഴിഞ്ഞ ഒരാളുടെ ശരീരഭാഗങ്ങൾ ഇപ്പോഴും കേടുകൂടാതെ നിൽക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് താങ്കൾ പറയുന്നു. അതെ ഫൈസൽ, അങ്ങ് എങ്ങനെയാണ് ഇത് കാണുന്നത്? ഒരു കൂട്ടർ പറയുന്നു ഇത് തിരുകേശം തന്നെയാണെന്ന്, ഒരു കൂട്ടർ പറയുന്നു ഇത് തിരുകേശമല്ല, പക്ഷേ പ്രാമാണിക പിൻബലമുള്ള കേശങ്ങൾ ലോകത്ത് നിലവിലുണ്ട് എന്ന്. ഇതിന്റെ ഒരു യുക്തിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ്. ഇത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മലബാർ മേഖലയിലെ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെ തന്നെയും ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ ലോകത്ത് പല ഭാഗങ്ങളിലും പ്രവാചകന്റേതെന്ന് പറയപ്പെടുന്ന ഇത്തരം കേശങ്ങളുടെ സാധ്യതയെ, അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പലയിടങ്ങളിലും സമാനമായ രൂപത്തിൽ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകിയ മക്ക എന്ന വിശുദ്ധ നഗരത്തിലും പ്രവാചകൻ പിന്നീട് 10 കൊല്ലത്തോളം ജീവിച്ച മദീന കാലഘട്ടം, പ്രവാചകന്റെ മദീന, അതേപോലെ പ്രവാചകന്റെ പ്രബോധനത്തിന് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ച ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന അറേബ്യൻ പ്രവിശ്യ, ഇവിടങ്ങളിൽ ഒന്നും ഈ പ്രവാചക കേശത്തെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നില്ല. മറിച്ച് നമ്മൾ കേൾക്കുന്നത് കാശ്മീർ, തുർക്കി, അതേപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്, ഈജിപ്റ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. ഇവർ ഈ പറയും പോലെ പ്രവാചക കേശം ഉണ്ടായിരുന്നു എങ്കിൽ
ഏറ്റവും കൂടുതൽ അത് അറിയപ്പെടേണ്ടിയിരുന്നത് പ്രവാചകന്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമികയിൽ നിന്നായിരിക്കണമായിരുന്നല്ലോ. പ്രൊഫസർ ഷറഫുദ്ദീൻ, എന്താണ് ലോകാടിസ്ഥാനത്തിൽ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം? ഈ മുസ്ലിം ഭൂരിപക്ഷ നാടുകളിൽ ഇപ്പോൾ മുജീബ് ചൂണ്ടിക്കാണിച്ചതുപോലെ, ഫൈസൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇസ്ലാമിക പൈതൃകം അവകാശപ്പെടാവുന്ന സൗദി പോലുള്ള നാടുകളിൽ ഇത്തരം വിവാദങ്ങളുണ്ടോ, അതോ ഇത് നമ്മുടെ മാത്രം ഒരു കൗതുകമാണോ? സൗദി അറേബ്യയിൽ നിന്ന് കോളനികളിലേക്ക് ഇസ്ലാം പ്രചരിച്ച കൂട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ അതിന്റെ പേരിലുള്ള ഇത്തരം അരങ്ങേറ്റങ്ങൾ ഉണ്ടെങ്കിലും സൗദി അറേബ്യ ഇസ്ലാമിന്റെ ഏറ്റവും അധികം ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി പറയാവുന്ന മെക്ക, മദീന കേന്ദ്രീകരിച്ച് ആധുനിക ലോകത്തിന്റെ മുമ്പിലും അത്തരം അഭിപ്രായങ്ങൾ ശരീഅത്ത് നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുസരിച്ച് പറയാൻ കഴിയുന്ന ആ രാജ്യത്ത് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവാചകന്റെ ഏതെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയോ ദൈവത്തിന്റെ മുമ്പിലേക്ക് അത്തരം പ്രാർത്ഥനകൾ നടത്തി മനുഷ്യന് അനുഗ്രഹങ്ങൾ നേടാം എന്നുള്ളതോ തികച്ചും ഇസ്ലാമിക വിരുദ്ധമാണ്. അത് പിന്നീട് കോളനികളിലേക്ക് എത്തപ്പോഴും ഇസ്ലാമിന്റെ പേരിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ പൗരോഹിത്യവർഗം സ്വാർത്ഥ ലാഭത്തിനും അവരുടെ സുഖഭോഗങ്ങൾക്കും വേണ്ടി മനുഷ്യന്റെ അജ്ഞതയെ ചോദ്യം ചെയ്തുകൊണ്ട് മതത്തെ എങ്ങനെ വിറ്റ് കാശാക്കാം എന്നുള്ള ആ ഒരു ദുര്യോഗത്തിന്റെ ഏറ്റവും അധപ്പതിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് ഇസ്ലാമിന്റെ ഇന്നത്തെ വർത്തമാനകാല അവസ്ഥ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. മുജീബ് ഫൈസി, തുടക്കത്തിൽ തന്നെ AP വിഭാഗം ഉന്നയിച്ചിരുന്നത് വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ സൂക്ഷിച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു തിരുകേശം EK വിഭാഗം സുന്നികളും കേരളത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രദർശിപ്പിക്കുകയും വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന്റെ പേരിൽ പൈസ ഈടാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് അവരും ചെയ്യുന്നതാണ്, ഞങ്ങൾ ചെയ്തപ്പോൾ മാത്രം അവർ എതിർക്കുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ടതും ഈ സംഭവവുമായി കൂട്ടി വായിക്കുമ്പോൾ ഇത് രണ്ടു കൂട്ടരും നടത്തുന്ന ഒരു കച്ചവടമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. എന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ബോധനം ദൈമാസികയാണ്. ഇത് മെയ് ജൂൺ ലക്കമാണ്. അവർ പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കൊണ്ടോ മറ്റു പദാർത്ഥങ്ങളെ കൊണ്ടോ ബർക്കത്തെടുക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു പാരമ്പര്യം ഇസ്ലാമിൽ ഇല്ല എന്നാണെങ്കിൽ, ഇത് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന സംഘടന പുറത്തിറക്കുന്ന ബോധനം ദൈമാസികയാണ്. ഇതിന്റെ മെയ് ജൂൺ ലക്കത്തിൽ 19-ാം പേജിൽ പറയുന്നു, തിരുകേശത്തിന് പുറമെ പ്രവാചകനുമായി ബന്ധപ്പെട്ട മറ്റു ചില പദാർത്ഥങ്ങൾക്കും പുണ്യം ഉദ്ദേശിച്ച് സ്വഹാബിമാർ ഉപയോഗപ്പെടുത്തിയതിന് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ പറയുന്നു, ഇതിന്റെ ബർക്കത്ത് ഇതുമൂലം പ്രതീക്ഷിക്കപ്പെടുന്ന ദൈവാനുഗ്രഹം ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലീം പറഞ്ഞതായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ കൊണ്ടോ ശരീരാവശിഷ്ടങ്ങളെ കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനമേറ്റ വസ്തുക്കളെ കൊണ്ടോ പുണ്യമെടുക്കുക എന്നുള്ളത് സ്വഹാബത്തെ കിറാമിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഉള്ളതാണ്. ഈ പറയപ്പെട്ട രീതിയിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ കയ്യിലുള്ള കേശവുമായി ബന്ധപ്പെട്ട് അതിന് പ്രാമാണികമായ പിൻബലമോ ചരിത്രത്തിന്റെ രേഖകളോ ഹാജരാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മുസ്ലിം സമൂഹം പാരമ്പര്യപരമായി അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി അംഗീകരിച്ചു വരുന്ന കേശങ്ങളെ അംഗീകരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് തങ്ങളുടെ കയ്യിലുള്ള കേശവും എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ചെറിയ ഗെയിം കളിക്കുകയാണ് എന്ന് പറയുകയല്ലാതെ നിർവാഹമില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ അവർ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ കയ്യിലുള്ള മുടി, അതായത് ജാലിയാവാലയിൽ നിന്നുകൊണ്ട് നേരിട്ട് APക്ക് ആദ്യം കിട്ടിയതായ മുടിയും ജാലിയാവാലയിൽ നിന്നുകൊണ്ട് അഹമ്മദ് ഖസറജി വശം വന്നതായ രണ്ടാം മുടിയും, ഇതിനൊന്നും ചരിത്രപരമായ ഒരു രേഖ ഹാജരാക്കാൻ സാധ്യമല്ല. എന്നാൽ മുസ്ലിങ്ങൾ കാലങ്ങളായി പൈതൃകമായി പാരമ്പര്യമായി പിൻബലം, മുസ്ലിങ്ങളുടെ ചരിത്രപരമായ പിൻബലം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, ഏറ്റവും സ്വീകാര്യമായ ഒരു സനത് തന്നെയാണത്. അതുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്ന കേശങ്ങളുടെ സ്വീകാര്യതയെ പോലും തള്ളിപ്പറഞ്ഞ് ആദ്യ കാലഘട്ടത്തിൽ പുത്തൻവാദികൾ കൊണ്ടുപോയൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുവാനുള്ള നീക്കമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അങ്ങിപ്പോൾ പറഞ്ഞത് കാന്തപുരം ഗ്രൂപ്പിന്റെ കൈവശമുള്ള രണ്ട് തിരുകേശങ്ങൾ, തിരുകേശങ്ങൾ എന്നവർ അവകാശപ്പെടുന്ന രണ്ട് മുടികളും മർക്കസിൽ നേരത്തെ ഉള്ളതും വർഷാവർഷം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആ മുടിക്കും സനദില്ല എന്നാണ്. ഇത് രണ്ടിന്റെയും ഉത്ഭവം ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അതേ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ച മുടി
അതാണ് ഇന്നലെ ഞങ്ങൾ വ്യാജ പ്രദർശനത്തിന് ഇന്നലെ കോഴിക്കോട് ജൂബിലി ഹാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതും ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല എന്ന ബോംബക്കാരനിൽ നിന്ന് സംഘടിപ്പിച്ചത് തന്നെയാണ്. 2005 കാന്തപുരത്തിന് കിട്ടിയ മുടിയും ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ള അഹമ്മദ് ഹസ്രജിയുടെ കയ്യിലുള്ള മുടിയും അതും ഈ പറഞ്ഞ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാലയിൽ നിന്നാണ്.